ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന ആൾക്കാരുടെ ഒരു ചെറിയ പരിഗണന മതിയായിരിക്കും ചിലപ്പോൾ നമ്മളെ ജീവിതത്തെ പുഞ്ചിരിയുള്ളതാക്കാൻ, അല്ലേ? നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കാൻ. പക്ഷെ പലപ്പോഴും നമുക്കിതൊന്നും ലഭിക്കാറില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റുമുള്ളവർ പലപ്പോഴും നമ്മൾക്ക് തരാറുമില്ല. സ്വയം പഴിക്കുന്നതല്ലാതെ നമ്മൾക്ക് ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ല. ഇതെല്ലാം എൻ്റെ വിധിയാണ്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായിരിക്കും, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പലരും വിലപിക്കാറില്ലേ? പല ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റില്ലായി പോകാറില്ലേ? ഒന്നും നമ്മൾക്ക് ആരോടും സംസാരിക്കാനില്ലാത്ത, നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും നമ്മൾക്കൊരു വർത്തമാനം പോലും സ്നേഹത്തോടെ പറയാൻ പറ്റാത്ത, എന്തിന് പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരമുണ്ടെങ്കിലും ഒരു വാക്കുപോലും പുറത്തേക്ക് വരാതെ ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരഞ്ഞു തീർക്കുന്ന എത്രയോ നിമിഷങ്ങൾ. ചില സമയത്ത് തോന്നിയിട്ടില്ലേ, ഒന്ന് അലറി കരഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വിഷമങ്ങളൊക്കെ തീർന്നേനെ, ഞാനൊന്ന് ഉറക്കെ സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആകുമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടില്ലേ? ഞാനും ചിന്തിക്കുന്നൊരു കൂട്ടത്തിലാണ് കേട്ടോ. ചില സമയത്ത് തോന്നും നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്ന പോലത്തെ വേദന, പക്ഷെ അതിൻ്റെ കാരണം നമ്മൾക്കറിയില്ല. എന്തിനാണ് വിഷമിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ, നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ സ്നേഹിച്ച്, നമ്മൾ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റേതായ പരിഗണന ലഭിക്കാതെ, അതിൻ്റേതായ സപ്പോർട്ട് ലഭിക്കാതെ, നമ്മൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതുന്ന ചിലർ നമ്മൾക്ക് നേരെ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലായിപ്പോവും, ഇല്ലേ? അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾക്ക് കരയാൻ തോന്നുവാണോ? എനിക്ക് കരയണം, ഞാനൊന്ന് കരഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറക്കെ കരയുക. നമ്മളുടെ വിഷമങ്ങൾ ആരും കാണണ്ട, നമ്മളൊരു മുറിയിൽ കയറി നമ്മൾ ഉറക്കെ ബ്രേക്ക് ഔട്ട് ആവുക, നമ്മൾക്ക് ഉറക്കെ കരയുക. ആ കരച്ചിലിനിടയിൽ നമ്മൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അത് മൊത്തം പറഞ്ഞൊന്ന് കരഞ്ഞു നോക്കിയേ, നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിരിക്കും. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. എത്രത്തോളം നമ്മൾ പറഞ്ഞാലും ഞാൻ എൻ്റെ കുടുംബം നോക്കി, ഞാൻ എൻ്റെ കാര്യം നോക്കി, ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി ജീവിക്കാമെന്ന് നമ്മളൊരു 1000 വട്ടം പറഞ്ഞാലും നമ്മൾ സാമൂഹിക ജീവികൾ തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാട് തരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിർവികാരമായി തീരുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, ഒരു വാക്കുപോലും പറയാനില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്ക ചിലവർ കണ്ടിട്ടില്ലേ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. എന്താ പറയുന്നതെന്ന് അവർക്ക് പോലും ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ അവരുടെ മുന്നിൽ കാണുന്ന സാധനങ്ങൾ അവർ എറിഞ്ഞുടയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. അതെന്താ കാരണം? അവരുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സിനെ അവരങ്ങനെ ഔട്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉള്ളൊന്ന് റിലാക്സ്ഡ് ആവുകയാണ്. കാരണം നമ്മൾ പറയാറില്ലേ, നമ്മുടെ ന്യൂട്ടൻ്റെ ലോസിലൊക്കെ പറഞ്ഞില്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ റിയാക്ഷൻ, ഇല്ലേ? ഏതൊരു ആക്ഷനും, ഏതൊരു പ്രവൃത്തിക്കും അതിന് തിരിച്ച് ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത് ലോക സഹജമാണ്. ചിലപ്പോൾ നമ്മൾക്ക് അന്നേരം ഉണ്ടാകുന്ന കാരണങ്ങളോ അന്നേരം ഉണ്ടാകുന്ന പ്രതിസന്ധികളോ ആയിരിക്കില്ല നമ്മുടെ ഈ മൂഡ് ചേഞ്ചസിന് കാരണം. അതിനു മുൻപ്, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മളുടെ മനസ്സ് നിൽക്കാതെ വരുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നിൽക്കാതെ വരുമ്പോൾ, ആ സമയത്ത് തരുന്ന ആ ഒരു ഷോക്ക് മൊമെൻ്റ്, അല്ലെങ്കിൽ ആ ഒരു നിരാശ, അത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ഒന്നും മിണ്ടാൻ തോന്നില്ല, ആരോടും സംസാരിക്കാൻ തോന്നില്ല, ഈവൻ ഫോൺ വിളിച്ചാൽ പോലും നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? നമ്മൾക്ക് കരഞ്ഞു തീർത്താൽ നമ്മുടെ മനസ്സ് ഫ്രീ ആകുമെങ്കിൽ ഉറക്കെ കരയുക. ആരെയും കാണിക്കണമെന്നില്ല, ഉറക്കെ കരയുക. ആ കരച്ചിലിനിടയിൽ നമ്മൾക്ക് പറയാനുള്ളത്, നമ്മളുടെ വിഷമങ്ങളെല്ലാം നമ്മൾ തുറന്ന് കരഞ്ഞ് പറയുക.
അതല്ല, നമുക്ക് സംസാരിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ ആരോടായിരുന്നാലും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും നമ്മൾ ഉറക്കെ പറയുക അതിനെക്കുറിച്ച്. നമ്മളുടെ വിഷമങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് എന്താണ്, നമ്മൾക്ക് ആ സമയത്ത് തോന്നുന്നത് എന്താണ്. ഇങ്ങനെ നമ്മൾ കുറേ ഔട്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. നമ്മൾ കുറച്ച് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ പറയുക, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. നമ്മളൊരു 10 വട്ടം പറഞ്ഞു നോക്കി ദിവസേന. നമ്മൾക്കെല്ലാം ചെയ്യാൻ കഴിയും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം നല്ലതായിട്ട് വരും, എൻ്റെ മുൻപിലുള്ള വഴികൾ എനിക്ക് തുറന്നു കിട്ടും. പക്ഷേ ഇതൊക്കെ നമുക്കിപ്പോൾ പറയാമെന്ന് തോന്നിയാൽ ആ സമയത്ത് പറയാൻ തോന്നണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കരയണമെങ്കിൽ കരഞ്ഞു തീർക്കുക, സംസാരിച്ച് തീർക്കണമെങ്കിൽ സംസാരിച്ച് തീർക്കുക, നമ്മുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് പറഞ്ഞു നോക്കി, പോസിറ്റീവായിട്ട് മാത്രമൊന്ന് പറഞ്ഞു നോക്കി. നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് ദൈവം എവിടെയെങ്കിലും ഒരു ചെറിയ വഴിയെങ്കിലും വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. ഒരിക്കലും നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവത്തിലാണ്. ഒരിക്കലും മനുഷ്യൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒന്നും നമ്മുടെ സൃഷ്ടാവ് ചെയ്യാറില്ല. അതാണ് നമ്മുടെ എല്ലാം വിശ്വാസം, അല്ലേ? അപ്പോൾ മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ എന്ന് വയ്ക്കുക. നമ്മളെ അവഗണിക്കുന്നവർ അവഗണിക്കട്ടെ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അവർ നിന്ദിച്ചു കൊണ്ടേയിരിക്കട്ടെ, അവർ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും, നമ്മൾക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ കാണില്ല. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കരയാൻ പഠിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു സ്റ്റേജ് വരും, എന്ത് വന്നാലും എനിക്കൊന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, ഐ ആം സ്ട്രോങ് ഇനഫ് ടു ഫേസ് എവറിത്തിങ് എന്നൊരു സ്റ്റേജിലേക്ക് വരും. ഞാൻ സ്ട്രോങ് ആണ്, ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് നമ്മൾ പറഞ്ഞു തീർക്കുക, നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ ഔട്ട് ബ്രേക്ക് ചെയ്യുക. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. ഇനി ആരൊക്കെ അവഗണിച്ചാലും, നമ്മുടെ ചുറ്റുപാട് നമ്മൾക്ക് എത്ര നെഗറ്റീവായിരുന്നാലും, നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ പഠിച്ചാൽ നമ്മൾക്ക് മുന്നോട്ടുള്ള വഴികൾ അനായാസം നേരിടാനും നമ്മുടെ മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ സധൈര്യം നമുക്ക് മുൻപോട്ട് പോകാനും ആ പ്രശ്നങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നേറുവാനുമുള്ള ആ ഒരു പ്രാപ്തി നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.